ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നുണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായി പഴുത്തിട്ടുള്ള ഒരു പപ്പായയാണ് എടുത്തിട്ടുള്ളത്. പപ്പായ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കുരുവെല്ലാം കളഞ്ഞെടുക്കണം. അപ്പം ഞാനിവിടെ ഇത് ഒന്നും കൂടി മുറിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒരു ടീസ്പൂൺ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കുരു നീക്കം ചെയ്യുകയാണ് ചെയ്യണത്. ഇതേപോലെ കുരുവിനെ നമ്മൾ കളയുകയാണ് ചെയ്യണത്. ഇനി നമുക്ക് ടീസ്പൂൺ കൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പപ്പായ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കോരിയിടാം. ഇതേപോലെ അല്ലാതെ ഞാൻ ടീസ്പൂൺ കൊണ്ട് തന്നെ ഇങ്ങനെ എടുത്തിടുകയാണ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പപ്പായയുടെ കുരുവെല്ലാം കളഞ്ഞ് ഇതേപോലെ ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചൈന ഗ്രാസാണ്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം. ഞാനിവിടെ 5 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഈ അളവിൽ ചൈന ഗ്രാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പുഡിങ് ചെറിയൊരു കട്ടിയേ ഉണ്ടാവുള്ളൂ. നല്ല കട്ടി വേണമെന്നുള്ളവർക്ക് 10 ഗ്രാം എടുക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാൽ ചേർത്ത് കൊടുക്കാം. 2 ഗ്ലാസ് പാലാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള പപ്പായയുടെ പൾപ്പാണ്. അത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഇളക്കി മിക്സാക്കി എടുക്കാം നമുക്ക്. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ച് ഇത് മെൽറ്റാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ പപ്പായയും പാലും കൂടി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി കുറുതായി വരുന്നുണ്ട്. ഇത് നന്നായി കുറുതായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. വാനില എസൻസ് ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ ചേർത്ത് നമുക്ക് നന്നായി ഇത് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് നട്ട്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കാം. ഇപ്പോൾ ഇത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. ഞാനിത് സ്ക്വയർ പീസുകളായിട്ടാണ് മുറിക്കുന്നത്. ഇനി നമുക്കിത് ഓരോ പീസും പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള പപ്പായ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.